ഹലോ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പ സർപ്രൈസായിരുന്നു. രാത്രി ഫുള്ള് എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കി. എനിക്കും ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. വഴക്കുണ്ടാക്കി, ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണ് കേട്ടോ ഇന്ന റൂമൊക്കെ എത്തിക്കുന്ന. അങ്ങനെ നൈറ്റ് തന്നെ ഇക്കുവിൻ്റെ ഉമ്മക്കും ഓർമ്മ ഉണ്ടായിരുന്നതാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഇക്കുവിൻ്റെ ഉമ്മയൊക്കെ എന്നെ നൈറ്റ് വിളിച്ച് പറഞ്ഞപ്പോഴാട്ടോ എനിക്ക് സത്യമായിട്ട് എനിക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു. കാരണം ഒരു അമ്മായിയമ്മ മരുമോളെ ബർത്ത്ഡേ ഓർത്ത് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, എൻ്റെ വീട്ടുകാർക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെ നൈറ്റ് തന്നെ കേക്ക് മുറിക്കുന്ന ടൈമിൽ ഞാനിക്കും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞങ്ങാണ്ട് പുലർച്ചക്കാണ് ഇക്കുവിൻ്റെ വീട്ടിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇക്കുവിൻ്റെ വീട്ടിൽ ഇക്കുവിൻ്റെ അനിയനും അനിയത്തിയൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളൊത്ത് ഇക്കുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇക്കുവിൻ്റെ ഉമ്മ ബീഫ് കറി ഉണ്ടാക്കുന്നിട്ടോ, ചോറൊക്കെ വെച്ചിങ്ങാണ്ടിരുന്നു കേട്ടോ അവൾ വന്നിട്ടുണ്ടായിരുന്നെ. അപ്പോൾ ഓള് ഉള്ളി വഴറ്റി, തക്കാളി വഴറ്റി. അതിൻ്റെ ഇടയ്ക്ക് ഇക്കുവിൻ്റെ രണ്ടാമത്തെ ആങ്ങള മൂന്നാമത്തെ കുട്ടിയാണ് കേട്ടോ ഇടയ്ക്ക് ക്യാമറക്ക് മുന്നിലിരുന്ന. ഓനാണ് കേട്ടോ ഹെൽപ്പർ. അപ്പോൾ അവൻ കുറച്ച് ഷൈ ആണ്, എന്നാൽ വലിയ തോതിലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓനിങ്ങനെ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് കേട്ടോ. ഓനിങ്ങനെ ഇടയ്ക്കും തലക്കും വന്നത് ആദ്യം ഒന്ന് കുരുമുളക് പൊടിച്ചിങ്ങാണ്ട് കൊണ്ടുവരുന്ന്. അത് കഴിഞ്ഞ് മിക്സീൻ്റെ ജാറൊക്കെ അതങ്ങനെ ക്യാമറ ഉണ്ട് കണ്ടപ്പോൾ ഓനിങ്ങനെ ഷൈ ആയിങ്ങാണ്ട് നിൽക്കുന്ന കേട്ടോ. അത് കഴിഞ്ഞാണ്ട് എല്ലാം വെളുത്തുള്ളി ചതക്കുന്നതും ഒക്കെ ഓനാണ് കേട്ടോ. ഓൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. ഓൻ കംപ്ലീറ്റ് ഒരു ഗൃഹനാഥന മാതിരിയാണ് കേട്ടോ ബിഹേവ് ചെയ്യുക. ഭയങ്കര ഡിസിപ്ലിനും ഒക്കെ ഉള്ളൊരു കൂട്ടത്തിലാണ് കേട്ടോ ഓന്. ഇപ്പോൾ അതാ വെളുത്തുള്ളി ചതച്ചിങ്ങാണ്ട് ഇടുന്നതാണ് കേട്ടോ ഓന്. അപ്പോൾ ഉമ്മ ആണെങ്കിൽ നല്ല ചൂടെടുത്തുകൊണ്ട് വിയർത്തൊലിക്കുന്നുണ്ട്. ഞാൻ ക്യാമറക്ക് മുന്നിലില്ലാത്തത് ഞാൻ കുട്ടീനെ ടൈമിൽ ഉറക്കുന്നുട്ടോ. അതിനൊക്കെ ഉണ്ടാകും കേട്ടോ എന്നെ കാണാത്ത. അപ്പം ഇക്കുവാണെങ്കിൽ ഷോപ്പുമ്മക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂട് കാരണമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന. അനവ് ആണെങ്കിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓളിങ്ങനെ കണ്ട്രാക്ക് വിടുന്നു, ഓനിങ്ങനെ ഇതാക്കുന്നു. പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാത്തുട്ടിക്ക് ഭയങ്കര സ്നേഹം കേട്ടോ. അപ്പോൾ ഓളിങ്ങനെ ഓളെ വോയിസ് കേൾക്കുമെന്ന് വിചാരിച്ചിട്ട് അതാ വാട്ടർ മെലൺ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആക്കുന്നുണ്ട് കേട്ടോ. അനുവിനാണെങ്കിൽ പിരാന്ത് എടുക്കുന്നുണ്ട്. ഓളിങ്ങനെ കിടന്നുങ്ങാണ്ട് ഇങ്ങനെ ക്യാമറക്ക് മുന്നിൽ കിടന്ന് കോപ്രാങ്ങൾ എടുക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അവന് അങ്ങനെ അവർക്ക് പെട്ടെന്ന് അങ്ങനെ റിയാക്ട് ചെയ്യുന്നൊരു ഇതല്ല കേട്ടോ. അപ്പോൾ ക്യാമറക്ക് മുന്നിൽ അവരിങ്ങനെ പറയുന്നത് വോയിസ് കേൾക്കും. വോയിസോടുകൂടിയാണ് ഞാൻ ഇടുകയെന്ന് വിചാരിച്ചെങ്ങാണ്ട് ക്യാമറക്ക് മുന്നിൽ നേരൊക്കെ നിൽക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ അവിടെ ഇരുന്ന് പറയുന്ന. അപ്പം ഭയങ്കര ഷൈ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു പാവമാണ്. കൂട്ടത്തിൽ 4 മക്കളിൽ ഏറ്റവും പാവം എന്ന് പറയുന്നത് ഓനാണ് കേട്ടോ. കുറച്ച് വികൃതി എന്ന് പറയുന്നത് ഇതിൻ്റെ അയക്ക് തന്നെ അഹങ്കാരം. ഇത് പിന്നെ പാത്തിട്ട് ക്യാമറക്ക് മുന്നിൽ വന്നുങ്ങാണ്ട് വാട്ടർ മെലണതാ ജ്യൂസല്ല പീസാക്കിങ്ങാണ്ട് വന്നുങ്ങാണ്ട് കൊടുക്കുന്ന. ഇടയ്ക്ക് ഹാളിലിരിക്കുന്ന എനിക്കും കൊണ്ട് തരുന്നുണ്ട് കേട്ടോ ഓള്. അത് പിന്നെ ഓള് പണ്ട് മുതലേ അങ്ങനെയാണ് കേട്ടോ. എല്ലാവർക്കും കൊടുക്കുന്നൊരു സ്വഭാവം, ഒറ്റക്ക് കഴിക്കണ സ്വഭാവം നോക്കില്ല കേട്ടോ. എല്ലാവർക്കും കൊടുക്കുന്നൊരു സ്വഭാവമാണ് കേട്ടോ. അങ്ങനെ അനുവ് ആണെങ്കിൽ അവിടെ മരിച്ച് കുക്ക് ചെയ്യുന്നൊരു ഹെൽപ്പറാണ്. പാത്തുട്ടിയാണെങ്കിൽ മരിച്ച് കഴിക്കണ തിരക്കിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓള് കുട്ടിക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടിക്ക് നന്നായിട്ട് ജ്യൂസി ആക്കിയിട്ടൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും തൊള്ളേക്ക് വെച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓള്. അങ്ങനെ ഉമ്മ ആണെങ്കിൽ ശ്രദ്ധ മൊത്തം ഫുഡുമ്മലായതിനെ കൊണ്ട് ഉമ്മ അങ്ങനെ അടുക്കളയിൽ കയറുകയാണെങ്കിൽ ഹെൽപ്പിനെപ്പോഴും അങ്ങനെ ഓന് വേണം കേട്ടോ. വേറെ ആരും കൂട്ടൊന്നുമില്ല കേട്ടോ, ഓനെ തന്നെ കൂട്ടുള്ളൂ കേട്ടോ. ബീഫ് നല്ല വരട്ടി ഉണക്കി വെച്ച് തന്നെ കേട്ടോ. വെച്ചിട്ട് ഉപ്പുണ്ടാവും മുളകുണ്ടാവും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നക്കിയൊക്കെ നോക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ ക്യാമറക്ക് മുന്നിൽ അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടോ. എൻ്റെ കോലം നല്ല കോലമായിട്ടത് കണ്ടില്ലേ. നല്ല എന്താ പറയുക, ഇപ്പം ക്യാമറയിൽ നല്ല ക്ലിയർ ആയിട്ട് നല്ല റെഡിഷ് കളറാണ് കേട്ടോ. അതൊന്ന് ഭയങ്കര എന്താ പറയുക നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ വാപ്പിച്ച് വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. വാപ്പിച്ച് വെക്കണ കണ്ടുങ്ങാണ്ടാണ് കേട്ടോ അവൾ പഠിച്ചത്. അപ്പം അയ്യോ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ടല്ലേ.
അങ്ങനെ നല്ല നല്ല ഫുഡിയാണ് കേട്ടോ. പക്ഷെ ഞാൻ അത്രക്ക് ഇപ്പോൾ കുറേ ആയിട്ട് അധികം ഫുഡൊന്നും കഴിക്കില്ല. ഡയറ്റിംഗ് ആണോ എന്ന് വെച്ചാൽ ഡയറ്റിംഗ് ഒന്നല്ല, ഫീഡ് ചെയ്യുന്നതിനെ കൊണ്ട് ഡയറ്റിങ്ങിലൊന്നല്ല. പക്ഷെ നല്ലോണം ചോറ് വെച്ചിട്ടോ, ഒന്ന് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിക്ക്. അങ്ങനെ ചോറൊക്കെ വിളമ്പി എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് കഴിക്കാമെന്ന് വെച്ചപ്പോൾ പാത്തുട്ടീൻ്റെ ക്ഷമ കിട്ടുന്നുണ്ട്. ഓളോ പാത്രം എടുത്തുകൊണ്ട് സെറ്റിയിൽ വന്ന് കഴിക്കുന്നിട്ടോ. എല്ലാവരും കൂടി ഇരുന്ന് വീഡിയോ ഒക്കെ പിടിച്ച് കഴിക്കാനൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഓലിതാ രണ്ടാളും കൂടി സെറ്റിങ്ങിൽ ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിക്കുന്നു. ഞാനും ഉമ്മയും കൂടി താഴെ നൈറ്റിന്ന് കണ്ട് കഴിക്കുന്നു. ഉമ്മ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ മുന്നിൽ. അങ്ങനെ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെയായിരുന്നു കേട്ടോ.